പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയാൻ സർവശക്തനായ യേശുനാഥൻ എന്നെ അനുവദിച്ചതിന് ഓർത്ത് യേശു ക്രിസ്തുവിന് നന്ദിയും സ്തുതിയും സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കറണ്ടിൻ്റെ ഇല്ലായ്മ 2 ദിവസം ലൈനയിൽ മരങ്ങൾ ഒടിച്ചിട്ട് വലിയ പ്രശ്നങ്ങളായിരുന്നു. കറണ്ടിൻ്റെ ലഭ്യത ഇല്ലായിരുന്നതുകൊണ്ട് ക്ലാസ്സുകൾ ഇടയ്ക്ക് കുറച്ച് മുടങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇനി ഞാനൊരു ചെറിയ ക്ലാസ് ഇടാൻ സാധിച്ചു. അത് കുറച്ച് ആളുകൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പറഞ്ഞ ചില ക്ലാസ്സിൽ കുറേ ആൾക്കാർ കണ്ടു. അതിനകത്തെ കമൻറ്റുകളെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരളത്തിൽ നിന്നും കേരളത്തിലെ ജില്ലയെന്നും പറഞ്ഞില്ല, കേരളത്തിലെ ഒരു മലയാളിയായ ഒരു ബ്രദർ എന്നെ ഫോണിൽ വിളിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇതാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്. എന്നെ ബ്രദറേന്ന് വിളിച്ചിട്ട് പറയുകയാണ്, ബ്രദറെ, ഞാൻ നിങ്ങൾ പറഞ്ഞത് മുഴുവനും ശരിയാണെന്ന് ഞാൻ അദ്ദേഹം ഒരു ആത്മീയ ശുശ്രൂഷകനാണ്. അദ്ദേഹം ഒരു റിട്ടയേർഡ് പ്രൊഫസറാണ്. അദ്ദേഹം ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്. അദ്ദേഹം റിട്ടയേർഡായിട്ട് വീട്ടിൽ ശാന്തമായിട്ടിരിക്കുകയാണ്. അദ്ദേഹം ഈ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് വളരെയേറെ ഗഹനമായി പഠിക്കുകയും അതിൻ്റെ വിദേശ പുസ്തകങ്ങൾ, വിദേശത്തുള്ള മറ്റുള്ള വിശുദ്ധന്മാരുടെയൊക്കെ പുസ്തകങ്ങൾ നോക്കി പഠിക്കുക, അത് ഗ്രഹിക്കുകയൊക്കെ ചെയ്ത് ഒരുപാട് പഠനം നടത്തി അതിനെക്കുറിച്ച് ക്ലാസ്സുകളെടുത്ത് അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇതേപോലത്തെ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി, വ്യക്തികളെ കാണാൻ തുടങ്ങി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വന്ന് പറയാൻ തുടങ്ങി. അദ്ദേഹത്തിന് പരിചയമുള്ളവരും പരിചയമില്ലാത്തമായ ആളുകൾ സ്വപ്നത്തിൽ കാണാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കണം. അപ്പോൾ അദ്ദേഹം എന്നോട് വിളിച്ചിട്ട് പറയണം, നിങ്ങൾ പറഞ്ഞ 100% ശരിയാണെന്ന് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അത് എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ പറഞ്ഞ അതേപോലെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കാറുള്ളപ്പോൾ ഞാൻ ആ കണ്ട വ്യക്തികൾക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. വിശുദ്ധ ബലിയിൽ അവരുടെ ആത്മാക്കൾക്ക് ശാന്തിയും സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് അദ്ദേഹം എന്നോട് പറയണ്ടേ. അങ്ങനെ അദ്ദേഹവുമായിട്ട് കുറേയേറെ കാര്യങ്ങൾ സംസാരിച്ചു. പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ അങ്ങോട്ടും കൂടി പറഞ്ഞു കൊടുത്തു. അത് അദ്ദേഹത്തിന് പുതിയ അറിവായിരുന്നു. നല്ല ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് അങ്ങനെ ആ ഒരു കാര്യത്തെക്കുറിച്ച് നല്ല ജ്ഞാനമുള്ള മനുഷ്യനാണ്. എങ്കിലും അദ്ദേഹം പറഞ്ഞത് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് പോരാ ബ്രദറെ, അതിൻ്റെ കൂടെ ഒന്ന് 2 തലമുണ്ട്. അതിന് 2 തലം. ശുദ്ധീകരണ സ്ഥലത്ത് അല്ലെങ്കിൽ നരകത്തിൽ വേദന അനുഭവിക്കുന്ന വ്യക്തികൾക്ക് 2 രീതിയിൽ പ്രാർത്ഥനകൾ കൊടുക്കണം. ഒന്ന്, പ്രാർത്ഥനകൾ, അതായത് ജോമാലയിൽ പ്രാർത്ഥിക്കാം, വിശുദ്ധ ബലി കണ്ട് പ്രാർത്ഥിക്കാം, ഓഫീസ് ചെല്ലാം, അതൊക്കെ പ്രാർത്ഥനയുടെ ആത്മീയ തലങ്ങൾ. അതിൻ്റെ തന്നെ ഭൗതിക പ്രവൃത്തികൾ, അതായത് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ആ മനുഷ്യൻ ചെയ്യാതെ പോയ നന്മകൾ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുക. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപയ്ക്ക് മദ്യപാനം നടത്തി 25 വർഷം മദ്യപാനിയായിട്ടിരുന്ന ശേഷം പെട്ടെന്ന് ക്യാൻസർ പിടിച്ചു അല്ലെങ്കിൽ ലെൻസിന് പിടിച്ചു, അദ്ദേഹം മരിച്ചു. 25 വർഷം കൊണ്ട് അയാൾ 10 ലക്ഷം രൂപ ഒരാൾ മദ്യത്തിന് കൊടുത്തിട്ടുണ്ടായെന്ന് വിചാരിക്കാം. ഉദാഹരണമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ 10 ലക്ഷം രൂപ, പക്ഷേ ഇദ്ദേഹം ഇപ്പോൾ എൻ്റെ സ്വപ്നത്തിൽ വന്നു, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഇദ്ദേഹത്തെ നല്ലൊരു ബന്ധുവായിരുന്നു, കണ്ടു, മനസ്സിലായി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അയാൾ വന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് മനസ്സിലായി പറഞ്ഞു. പക്ഷേ ഈ കർത്താവ് പറഞ്ഞൊരു വചനമുണ്ട് ലൂക്കായുടെ സുവിശേഷത്തിൽ, അവസാന ചില്ലിക്കാശും കൊടുത്തു വിടുന്നവരെ സത്യം വന്ന് പുറത്തുവരികയില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ 10 ലക്ഷം രൂപ കൊടുത്ത് വീട്ടിൽ കഴിഞ്ഞാൽ, അതായത് യേശുവിൻ്റെ കാര്യങ്ങൾക്കായിട്ട് അനാഥർക്കും ദരിദ്രർക്കും വിധവകൾക്കും രോഗികളുമായിട്ട് കൊടുത്ത് 10 ലക്ഷം കൊടുത്ത് വീട്ടിൽ കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് പുറത്തു വരാൻ പറ്റുള്ളൂ. ഉള്ളിലായിപ്പോയി, ഒരു അകത്തായിപ്പോയി, ഒരു ശ്വാസം മുട്ടുന്ന അവസ്ഥയിലേക്ക് വന്നുപോയി, ഭൂമിക്കടിയിലേക്ക് ഇരുന്നു പോയി, ആത്മാവ് ശ്വാസം മുട്ടുകയാണ്. അപ്പോൾ പുറത്തു വരാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഈ പ്രാർത്ഥിക്കുന്ന ആൾ ഈ 10 ലക്ഷം കൊടുത്ത് തീർക്കാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം തീരുമാനിച്ച 10 ലക്ഷം സ്ഥാനത്ത് 100 രൂപയാണ് ഉദ്ദേശിച്ചത്. 100 രൂപ. 10 ലക്ഷം സ്ഥാനത്തെ ഉദാഹരണം പറഞ്ഞാൽ ഞാനാണ് തന്നെ, എനിക്ക് 10 ലക്ഷം കൊടുക്കാൻ പറ്റില്ല ഈശോയെ, ഞാനൊരു കാര്യം ചെയ്യാം, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് 100 രൂപ കൊടുക്കാം. അത് എൻ്റെ അടുത്തുള്ളൂ, അത് കൂടെ പൈസ എനിക്കില്ല, ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം. പക്ഷേ എൻ്റെ അടുത്ത് 10 അല്ല 100 രൂപ. ആ 100 രൂപ ഈ വ്യക്തിയുടെ ആത്മാവിൻ്റെ നിത്യശാന്തിയും അദ്ദേഹം ചെയ്തു പോയ എല്ലാ തിന്മകളുടെയും പരിഹാരവുമായിട്ട് ഞാൻ 100 രൂപ കൊണ്ടുപോയിട്ട് ഒരു ക്യാൻസർ രോഗിക്ക് കൊണ്ട് കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ പറയുകയാണ്, ഈ പൈസ ഇന്നയാളുടെ ആത്മാവിൻ്റെ വിശദീകരണത്തിന് വേണ്ടി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുക്കണം. അപ്പോൾ 10 ലക്ഷം സാറിന് 100 രൂപയ്ക്ക് വല്ല വിലയുണ്ടോ? പക്ഷെ അത് ചെയ്യുന്ന വേറൊരാളാണെന്ന് ആലോചിക്കണം. ഒന്നെങ്കിൽ സ്വന്തം ഭാര്യയ്ക്കോ മക്കൾക്കോ ആരെങ്കിലും ചെയ്യാം, പക്ഷേ വേറൊരാളാണ് ചെയ്യുന്നത്. അപ്പോൾ വേറൊരാൾ നമ്മുടെ സ്വന്തത്തിലും ബന്ധത്തിലൊന്നും അല്ലാത്തൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥമായി ദൈവത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തി, ആ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ കഴിവനുസരിച്ച് കൊടുത്താൽ മതി. അത് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ കൊടുക്കാനുള്ള സന്മനസ് കാണിക്കുമ്പോൾ അത് 1 ഗ്ലാസ് വെള്ളം കൊടുത്താൽ പോലും അതിന് ദൈവത്തിൻ്റെ മുമ്പിൽ ആ കൊടുക്കുന്ന വ്യക്തിക്കും പ്രതിഫലമുണ്ട്, ആ കൊടുക്കപ്പെട്ട വ്യക്തിക്കും പ്രതിഫലമുണ്ട്. പ്രിയപ്പെട്ട, ഇത് പരമസത്യമാണ്. ഇതിനെ അവഗണിച്ചും കളിയാക്കിക്കൊണ്ട് ധാരാളം ആൾക്കാർ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അദ്ദേഹം പറഞ്ഞതും
അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെയും കൂടി ചെയ്യണം, അങ്ങനെ കൂടി ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൊരു ചെറിയൊരു ആത്മീയതയുള്ളത് ഞാൻ പറഞ്ഞതാണ്. ഈ യുഗാന്ത്യം വരെ അങ്ങനെ മരിച്ചുപോയ ആത്മാക്കൾ ഈ പ്രാർത്ഥന കിട്ടുമ്പോൾ അവരുടെ ആത്മാക്കളെ ശല്യം ചെയ്യാതെയും മറ്റു ദുരാത്മാക്കളും ശല്യം ചെയ്യാതെയും ആ ആത്മാക്കൾക്ക് ഒരു ആശ്വാസം ലഭിച്ചും അങ്ങനെ ശാന്തമായിട്ടിരിക്കുകയോ കിടക്കുകയോ ചെയ്യാനുള്ള സംവിധാനം ഈ പ്രാർത്ഥനയിലൂടെ കിട്ടും. എന്നാൽ ഭൗതിക തലത്തിലെ പ്രവൃത്തികൾ ചെയ്യുമ്പം ഈ കർത്താവ് പറഞ്ഞ വചനം പൂർത്തിയാണ്. അവസാന ചില്ലിക്കാശും ഇതാ നിനക്ക് വേണ്ടി ഇന്ന വ്യക്തി ഇതാ 100 രൂപ അദ്ദേഹം തരാനുള്ളൂ, പക്ഷേ നിൻ്റെ 10 ലക്ഷത്തിന് പകരം 100 രൂപ അദ്ദേഹം തന്നിട്ടുണ്ട്. ആ ഒരു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഓർത്ത് നിന്നെ ഞാൻ അന്ത്യവിധിയിൽ നിന്നെ ഉയർപ്പിച്ച് ഞാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അതുവരെ ശാന്തമായി അവിടെ കിടന്നുള്ളതെന്ന് പറഞ്ഞ് ദൂതന്മാരെ അയച്ചവരെ ആശ്വസിപ്പിക്കും. പല സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ഇഷ്ടപ്പെട്ട വിശ്വസിച്ചാൽ മതി പ്രിയപ്പെട്ടവരെ. ഇതൊന്നും നമ്മുടെ സഭയുടെ അഗാധ തലങ്ങളിലെ പഠനമില്ല. സഭയിൽ നിന്നും എൻ്റെ വ്യക്തമായ ക്ലാസ്സുകൾ നമുക്ക് ലഭിക്കുന്നില്ല. ഇതൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്ന്, സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഈ പറയുന്നത്. പിന്നെ വേറൊരു കാര്യം ഇതിനകത്ത് പറയാം. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ചില അസ്വസ്ഥതകളുണ്ടാവും. അത് ഇതിനകത്ത് ചില സഹോദരിമാരൊക്കെ പറഞ്ഞിരിക്കുന്നത് വളരെ കറക്റ്റാണ്. അതായത് ശുദ്ധീകരണ സ്ഥലത്ത് പോയ ആത്മാക്കൾ നമുക്ക് അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ആ വേദന അനുഭവിക്കുന്ന ആത്മാവിൽ എന്തെല്ലാം അസ്വസ്ഥ ഉണ്ടായിരുന്നോ ആ എല്ലാ അസ്വസ്ഥതകളും നമ്മുടെ ശരീരത്തിൽ നമുക്ക് മനസ്സിലാവും, അനുഭവപ്പെടും. അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ഇപ്പോൾ പിന്നെ എൻ്റെ ഒരു ബന്ധുവാണ്, അല്ലെങ്കിൽ എൻ്റെ അമ്മയാണ്, അല്ലെങ്കിൽ ഒരു അപ്പനാണ് അവർ കിടക്കുന്നതെങ്കിൽ അദ്ദേഹം ആ അപ്പൻ ചെയ്തു കൂട്ടിയ എല്ലാ തിന്മയുടെയും വേദനകൾ, അസ്വസ്ഥതകൾ എല്ലാം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് വരും. നമുക്ക് കോപം വരും, നമുക്ക് കണ്ടമാനം തലവേദന എടുക്കും, നമുക്ക് ഛർദ്ദിക്കാൻ വരുന്നവർ തോന്നും, ശരീരത്തിന് തളർച്ച പോലെ തോന്നും, വലിയ ഉൾഭയം തോന്നും, മരിച്ചേക്കുമോ എന്ന് ചിന്തിക്കും. ഇതൊക്കെ നമുക്കുണ്ടാവും. കാരണം ശുദ്ധീകരണ സ്ഥലത്തേക്കുന്ന വ്യക്തിയുടെ ആത്മാവ് നമ്മളുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ആ ആത്മാവ് നമ്മളിലേക്ക് വന്ന് കയറും. നമുക്ക് നമ്മുടെ ശരീരത്തെ അനുഭവിക്കാൻ പറ്റും. അതിൻ്റെ ഇമോഷൻ നമുക്ക് മനസ്സിലാവും. അത് നമുക്കൊരു ഉൾക്കാഴ്ച കിട്ടും ആ വ്യക്തിയെക്കുറിച്ച്. അപ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഇന്നയാൾ, അല്ലെങ്കിൽ നമ്മൾ സ്വപ്നത്തിൽ കാണുക സാധിച്ചാൽ ആ കാണുന്ന സ്ഥിതി. ഇപ്പം ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ വ്യക്തി മാത്രമല്ല, ധാരാളം വ്യക്തികളെ ഇതുപോലെ കാണാറുണ്ട് ഞാൻ. അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് ശരീരത്തിൽ കാലിൻ്റെ വേദന ഉണ്ടാകും, നീര് കെട്ടുക, നമുക്ക് അസ്വസ്ഥ ഉണ്ടാകും ഒക്കെ തോന്നുമ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഭയമൊക്കെ തോന്നും. ഇത് സ്വാഭാവികമാണ്. അത് ആ ആത്മാവ് നമ്മളിൽ കൂടെ വിശുദ്ധി പ്രാപിക്കുകയാണ്. ആ ആത്മാവിന് വേണ്ടി നമ്മൾ സഹിക്കുകയാണ്. ആ സമയത്ത് ആ ആത്മാവ് ചെയ്യേണ്ട നന്മ ചെയ്യുന്നപ്പോൾ അദ്ദേഹം ചെയ്ത തിന്മയുടെ വേദനകൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ അനുഭവിച്ച് അദ്ദേഹം വിശുദ്ധി പ്രാപിച്ച് സ്വർഗത്തിലേക്ക് പോകും, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോകാൻ തക്ക യോഗ്യത നേടി അവിടെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അസ്വസ്ഥ ആർക്ക് ആവുന്നു? നമുക്കൊന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്ര വേദനകളോ അസ്വസ്ഥതകളോ ഒക്കെ വന്നാൽ നിങ്ങൾ സ്തുതിച്ചാൽ മതി. നിങ്ങൾ ജമാലയിൽ പ്രാർത്ഥിക്കാൻ പറ്റും, ജമാലയിൽ പ്രാർത്ഥിക്കാം. വിസ്തുവിലേക്ക് പോകണം, അത് കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. പക്ഷേ ഒന്ന് സ്തുതിക്കുക, ശക്തമായിട്ട് സ്തുതിക്കുക. ഈ അസ്വസ്ഥ ഉണ്ടാകുമ്പോൾ യേശുവെ സ്തോത്രം, യേശുവെ നന്ദി, ഹാലലെ 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 സ്തുതിക്കും യേശുവെ സ്തോത്രം പറഞ്ഞ് ശക്തമായിട്ട് സ്തുതിച്ചാൽ ഈ സ്തുതിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഒരു അത്ഭുതം സംഭവിക്കും. നമ്മുടെ സ്തുതിപ്പോട് ചേർന്ന് ആ വ്യക്തിയുടെ ആത്മാവും സ്തുതിക്കാൻ തുടങ്ങും. ഇപ്പം നമ്മുടെ അടുത്തേക്ക് പ്രാർത്ഥന സഹായം ചോദിപ്പിച്ച് വന്ന വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തിയുടെ ആത്മാവുണ്ടല്ലോ. അപ്പോൾ നമ്മളിങ്ങ് സ്തുതിക്കാൻ തുടങ്ങുമ്പോഴത്തേനും ഈ ആത്മാവ് ഇത് കേട്ടിട്ട് സ്തുതിക്കാൻ തുടങ്ങും. ഈ പ്രാർത്ഥന സഹായം ചോദിച്ച് വന്ന വ്യക്തിയും സ്തുതിക്കാൻ തുടങ്ങും. അപ്പം നമ്മുടെ സ്തുതിയുടെ സ്നേഹം, അതിൻ്റെ ആനന്ദം, സന്തോഷം മുഴുവൻ ആർക്ക് കിട്ടും? ഈ നമ്മുടെ അടുത്തേക്ക് വന്ന ആത്മാവിന് കിട്ടും. അങ്ങനെ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് പ്രാർത്ഥിച്ച് ഈ പ്രശ്നം തീരില്ല. ചിലപ്പോൾ 2 ദിവസം, 3 ദിവസം, 4 ദിവസം, 7 ദിവസമൊക്കെ ശക്തമായിട്ട് ആ വ്യക്തി ഓർത്ത് സ്തുതിക്കണം. യേശുവെ സ്തോത്രം, യേശു സ്തോത്രം എന്ന ആ വ്യക്തി ഓർത്ത് സ്തുതിച്ച് കഴിയുമ്പോൾ ഒരു 5 ദിവസം അല്ലെങ്കിൽ 3 ദിവസം, 5 ദിവസം, 7 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ വേദനകളും കാര്യങ്ങളും അസ്വസ്ഥതകളും എല്ലാം വിട്ടുപോകും. നമ്മൾ നല്ല ഫ്രീ ആവും. നമ്മുടെ അസ്വസ്ഥത, നമുക്കൊരു ഇറുക്കം വരും, ഒരു ടൈറ്റ് വരും. ഈ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു അസ്വസ്ഥ വരും. അപ്പോൾ അതിനർത്ഥം ആ ആത്മാവിൻ്റെ സ്വാധീനം നമ്മളിലുണ്ടെന്നാണ്. എന്നാൽ നമ്മൾക്ക് സ്തുതിച്ച് അദ്ദേഹത്തിന് നമ്മൾ പേര് പറഞ്ഞ് പേരൊക്കെ അറിയാവുന്ന പേര് പറഞ്ഞു. ഈശോയെ, ജോസഫ് എന്ന ആൾ അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു. ആ കൂട്ടുകാരന് വേണ്ടി പ്രാർത്ഥിക്കും. ജോസഫ് അദ്ദേഹം നല്ല പുകവലിക്കാരനായിരുന്നു, അദ്ദേഹം ചീട്ട് കളിക്കുമായിരുന്നു, അങ്ങനെ പ്രശ്നമുണ്ടായിരുന്നു ഈശോ. പക്ഷേ എൻ്റെ സുഹൃത്തായിരുന്നു, അദ്ദേഹത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ അസ്വസ്ഥത നമ്മുടെ അടുത്ത് വരും. പക്ഷേ നമ്മൾ അവൻ്റെ പേര് പറഞ്ഞ് അവൻ്റെ പ്രശ്നങ്ങളെ പറഞ്ഞ് ഈശോയെ, എളിദാസൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവനോട് കരുണയായിരിക്കണമേ എന്ന് അവന് വേണ്ടി ഈശോയെ, ഞാൻ ഒരു 25 കിലോ അരിയുടെ ഒരു ചാക്ക്, ഒരു 25 കിലോ അരി ഉള്ള ഒരു ചാക്ക് അരി ഞാനെടുത്ത് ഇന്നടുത്ത്, അല്ലെങ്കിൽ ഒരു വിധവയ്ക്ക്, തീരെ പാവപ്പെട്ടൊരു വിധവയ്ക്ക്, അല്ലെങ്കിൽ ക്യാൻസർ രോഗം ബാധിച്ചിരിക്കണം, അല്ലെങ്കിൽ അവരെ സംരക്ഷിച്ച സ്ഥലത്ത് കൊടുത്തേക്കാം. ഇതും കൂടെ നമ്മൾ നേർന്ന് കഴിയുമ്പോഴത്തേന് ആ ആത്മാവിന് വളരെ ശാന്തി കിട്ടും. അപ്പോൾ നമ്മൾ ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മളിൽ
നമ്മളിൽ കൂടി ആത്മാവ് ശാന്തി പ്രാപിക്കും, നമ്മളിൽ നിന്ന് അസ്വസ്ഥ എല്ലാം വിട്ടുപോകും. നമുക്കൊരു ഫ്രീഡം, ഒരു ഒരു ആശ്വാസം കിട്ടും, ഒരു സമാശ്വാസം കിട്ടും. പിന്നീട് നമുക്ക് നല്ല ധൈര്യം തോന്നും, സന്തോഷം തോന്നും, നല്ല ആനന്ദം തോന്നും. കാരണം ആ ആത്മാവ് വിശുദ്ധി പ്രാപിച്ചു, ഒപ്പം നമ്മളും വിശുദ്ധി പ്രാപിച്ചു. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇതുപോലെ പ്രത്യേകിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ആൾക്കാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ആദ്യത്തെ അസ്വസ്ഥത, അത് ഈ സംശയം ഞാൻ വിശദമായിട്ട് പറയുന്നത്, ഇതിനകത്ത് ചില വ്യക്തികൾ സംശയം, എൻ്റെ കാലിൽ നീര് വന്നു, എനിക്ക് അങ്ങനെ പേടി തോന്നി, വിഷമം തോന്നി, അസ്വസ്ഥ തോന്നി പറയുന്നത് പരമസത്യമാണ്, അത് യാഥാർത്ഥ്യമാണ്. അതങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി, പ്രത്യേകിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നവർക്ക് വേണ്ടി, മറ്റേ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴല്ല, മരിച്ചവരുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ ആത്മാവിൻ്റെ സാമീപ്യം നമുക്കുണ്ടാകും. പ്രത്യേകിച്ചും നമ്മൾ സ്വപ്നത്തിൽ കാണുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്ന, വ്യക്തമായിട്ട് അറിയുന്ന വ്യക്തികൾ കാണുകയും ഈ സംഭവം വളരെ ശക്തമായിട്ട് നമ്മളെ ബാധിക്കുമ്പോൾ നമ്മൾ സ്തുതിച്ചു യേശുവിൻ്റെ നാമത്തിൽ ഈ സഹോദരന് വേണ്ടി, ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈശോയെ ആത്മാവിൻ്റെ കരുണയായിരിക്കണമേ, അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ദാനധർമ്മം ചെയ്തേക്കാം എന്ന് നമ്മൾ പറഞ്ഞ് ശബ്ദത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് സന്തോഷമാണ്, ആത്മാവിനും ശാന്തി കിട്ടും. അപ്പോൾ ആ പ്രശ്നത്തെ നിങ്ങൾക്കിപ്പം മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു പ്രശ്നം പറഞ്ഞാൽ, മറ്റു ഗുരുതരമായ പ്രശ്നങ്ങളൊക്കെ ഇതിനകത്ത് ധാരാളമുണ്ട് പ്രിയപ്പെട്ടവർ. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നല്ല ഇപ്പോൾ വ്യഭിചാരം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു വിചാരിക്കുക, അദ്ദേഹം മരിച്ചുപോയി. അതിപ്പോൾ എൻ്റെ സഹോദരൻ അല്ലെ എൻ്റെ അപ്പനാണെന്ന് വിചാരിച്ചു, എൻ്റെ അപ്പൻ വ്യഭിചാരം ചെയ്തൊരു സ്വഭാവക്കാരനായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് 3-4 കൊല്ലമൊക്കെ കഴിയുമ്പോഴത്തേനും ഇദ്ദേഹം നോക്കും, പ്രാർത്ഥനയൊന്നുമില്ല, നോക്കും ഉടനെ അദ്ദേഹം നമ്മുടെ ഭവനത്തിലേക്ക് വരും. വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആസക്തി, അദ്ദേഹത്തിൻ്റെ ആത്മാവിലുണ്ടായിരുന്ന ആസക്തി നമ്മളിൽ അനുഭവപ്പെടാൻ തുടങ്ങും. അപ്പം നമുക്കും വ്യഭിചാരം ചെയ്യണമെന്ന് തോന്നും. ഇനി നല്ല മദ്യപാനിയായ ഒരാളാണ് മരിച്ചു പോയെങ്കിൽ ആ മദ്യപാനത്തിൻ്റെ ആ വ്യക്തി നമ്മുടെ അടുത്ത് വരുമ്പോൾ നമുക്കും മദ്യം കഴിക്കാൻ തോന്നും. നമ്മൾ മദ്യത്തോട് ഭയങ്കര ആസക്തി, മദ്യത്തിൻ്റെ മണം നമുക്ക് ഇഷ്ടം, അതിൻ്റെ ആൾക്കാരെ ഇഷ്ടം, സുഹൃത്തുക്കളെ ഇഷ്ടം, അത്തരം സ്ഥലങ്ങൾ ഇഷ്ടം, നമ്മൾ മദ്യം എങ്ങനെയും കഴിക്കാൻ പറ്റുമെന്നു. അതുപോലെ ഒരാൾ നമ്മുടെ സ്വന്തത്തിൽപ്പെട്ട ഒരു ബന്ധപ്പെട്ട ആളാണ്, അദ്ദേഹം ഒരാളെ കൊന്നിട്ടാണ് പോയെന്ന് കൂട്ടിക്കുക, കൊന്നിട്ട് അദ്ദേഹം കൊന്നു, പക്ഷേ ജയിലിൽ കിടന്നു മരിച്ചു പോയി വിചാരിക്കുക. അങ്ങനെ വിചാരിച്ചാൽ നമ്മൾ ഭയങ്കര വെറുപ്പ് കയറും നമുക്ക്. കാരണം ആ ആത്മാവ് നമ്മളിലേക്ക് വിശുദ്ധി പ്രാപിക്കാൻ വേണ്ടി വരിക. അപ്പോൾ ആ ആത്മാവ് തരുമ്പോൾ നമുക്കും വെറുപ്പ്, നമുക്കും കോപം, നമുക്കും വല്ലാത്ത അസ്വസ്ഥത, നമുക്ക് ദേഷ്യം, കോപം. ചിലപ്പോൾ നമ്മൾ കൂട്ടത്തിരിക്കുന്ന ഭാര്യയുടെ മക്കളൊക്കെ പൊട്ടിത്തിരിക്കും, ദേഷ്യപ്പെടും. ഇതെല്ലാം ഈ നമുക്ക് മുമ്പേ കടന്നു പോയ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന, നമുക്ക് വേണ്ടി നമ്മളോട് പ്രാർത്ഥിക്കാൻ വരുന്ന ആത്മാക്കളുടെ സ്വാധീനം നമ്മളുണ്ട്. പിന്നെ ലൈംഗിക വികാരമുള്ള ഒരു 2-3 മാസങ്ങൾക്കപ്പുറം ഒരു സഹോദരൻ എന്നോട് വിളിച്ചപ്പോൾ, നമ്മുടെ ഇന്ത്യക്ക് വെളിയിൽ നിന്ന് ഒരു സഹോദരൻ എന്നെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചുപോയി. അപ്പോൾ ഭാര്യ മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഒറ്റയ്ക്കായി. അപ്പോൾ ഭാര്യ ഉണ്ടായിരുന്ന അതിനേക്കാൾ 10 ഇരട്ടി ലൈംഗിക ആസക്തി അദ്ദേഹത്തിന് തോന്നുകയാണ്. കാരണം ഈ ഭാര്യ രാത്രി കാണും, ഭാര്യ രാത്രി സ്വപ്നത്തിൽ കാണുന്നു, അങ്ങനെ കാണുന്നു, ഇങ്ങനെ കാണുന്നു, അപ്പോൾ ലൈംഗികമായിട്ടും കാണുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ആസക്തി വന്നു. അപ്പോൾ എന്തു ചെയ്യണം? അപ്പോൾ ആ ആത്മാവ് അടുത്ത് വന്നിട്ട് പറയുകയാണ്, എന്നെ വിശദീകരിക്കാൻ വേണ്ടി, എന്നെ രക്ഷിക്കും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പറയുന്നത്. പക്ഷേ ആ ഇമോഷൻ നമുക്കുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സമർപ്പിച്ച് പ്രാർത്ഥിക്കും. പിന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ വിഷയം വളരെ നിഗൂഢമാണ്, അതുകൊണ്ട് പറയുകയാണ്, നമ്മളിൽ വിശുദ്ധി ഇല്ലെങ്കിൽ, ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിശുദ്ധിയും പരിശുദ്ധിയും കൊണ്ട് നിറഞ്ഞവരല്ലെങ്കിൽ നമുക്ക് രോഗങ്ങൾ നിലനിൽക്കും, ക്ഷീണങ്ങളുണ്ടാകും, കുടുംബത്തകർച്ചകളുണ്ടാകും, കുടുംബത്തിൽ വിവാഹമോചനങ്ങളും ഉണ്ടാകും, കുടുംബത്തിൽ ആത്മഹത്യകളുണ്ടാകും, കുടുംബത്തിൽ ആക്സിഡൻറ്റുകളുണ്ടാകും, കടബാധ്യത കൊണ്ട് പൊറുതിമുട്ടും. ഇന്ന് ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങൾ, 2-3 ആഴ്ചകളിലൊക്കെ ആയിട്ട് എന്നെ വിളിക്കുന്ന പല ഭവനങ്ങളിൽ, കേരളത്തിന് വെളിയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഒക്കെ പുറത്തുനിന്ന് ധാരാളം ആൾക്കാർ വിളിക്കുന്നുണ്ട്. അവരൊക്കെ വിളിക്കുമ്പോൾ പറയുന്ന പ്രശ്നങ്ങൾ ഇതാണ്: കുടുംബ കലഹം സുലഭമാണ്, ഭാര്യാഭർത്താക്കൾ തമ്മിൽ. അപ്പം ഞാൻ ചോദിക്കും, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ആത്മഹത്യ ചെയ്ത് പോയിട്ടുണ്ടോ? ഉണ്ട് ബ്രദറെ, എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പൻ്റെ അനിയൻ മരിച്ചു പോയിട്ടുണ്ട്, എൻ്റെ അപ്പൻ്റെ അപ്പൻ ആത്മഹത്യ ചെയ്തതാണ്, അല്ലെങ്കിൽ എൻ്റെ അമ്മ വീട്ടിൽ ആത്മഹത്യ ചെയ്തുകൊണ്ട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക? ആ ആത്മാവ് ഈ വീട്ടോട്ടല്ലാണ്ട് പിന്നെ എങ്ങോട്ടാണ് പോകണ്ടേ? ശാന്തമായിട്ടിരിക്കുന്നൊന്നും ആരും വിചാരിക്കേണ്ട പ്രിയപ്പെട്ടവരെ. വിശുദ്ധി പ്രാപിക്കാതെ ഈ ലോകത്തുനിന്ന് കടന്നു പോകുന്ന ഒരാത്മാവും, പ്രത്യേകിച്ച് നമ്മൾ ഓർക്കണം, 1 യോഹന്നാൻ 1:7 ലേഖനത്തിലാണുള്ളത്. ആ വചനം നമ്മളെടുത്ത് വായിക്കണം. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം നമ്മെ സകല പാപത്തിൽ നിന്നും, മ്ലേച്ഛത്തിൽ നിന്നും, അശുദ്ധിയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം ശരിയെന്ന് പറഞ്ഞാൽ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ എന്ത് ചെയ്തു? തിരുശരീരവും തിരുരക്തവും ഭക്ഷിച്ച് വിശുദ്ധി പ്രാപിച്ചു. അതിനുശേഷം നമ്മൾ നിദ്ര പ്രാപിച്ചാണ് പോകേണ്ടത്, മരിച്ചല്ല പോകേണ്ടത്. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ വന്നിട്ടുണ്ട്. മരണവും നിദ്രയും തമ്മിലുള്ള വ്യത്യാസമൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കണം. അതെല്ലാം വിശകലനത്തിലുള്ള കാര്യങ്ങളാണ്.
അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ കയറിയാൽ മരണം നിത്യയെക്കുറിച്ച് ക്ലാസ് ഉണ്ട്, വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഈ വിശുദ്ധി പ്രാപിച്ച് പിന്നെയും ഈ വ്യക്തി എങ്ങോട്ടാണ് പോകുന്നത്? നരകത്തിലേക്ക്. യേശുവിൻ്റെ ഭാഷയെ പറഞ്ഞാൽ നരകത്തിലേക്ക്. നമ്മളതിന് ശുദ്ധീകരണ സ്ഥലം എന്ന് പറയും. അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്ത് പോയി കിടക്കുന്ന വ്യക്തി ഈ തിരിച്ചര്യവും തിരുത്തം ഭക്ഷിച്ചവന് ശുദ്ധീകരണ സ്ഥലത്തിലേക്കാണോ പോകുന്നത്? ആണോ? അങ്ങോട്ടാണോ പോകേണ്ടത്? അതാണോ സഭ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്? അതാണോ ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്? അതാണോ ക്രിസ്ത്യാനികളെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? എന്തു ഭോഷ്കാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? നമ്മുടെ സഭയുടെ പഠനങ്ങൾ ശുഷ്കമാണ്, ശൂന്യമാണ്. തീർത്ത് ഞാൻ പറയാം. കാരണം ഇതൊക്കെ പരമസത്യമാണ്. എന്നിട്ടും ഇതിന് എന്താണ് ഒരു കുർബാനയില്ലേ, മരിച്ചയുടെ ഓർമ്മ കുർബാന, ഒരു ഒപ്പീസും കുർബാനയില്ലേ, പാട്ടുപാടി അപ്പം മരിച്ചു, എൻ്റെ അപ്പം മരിച്ചു, അപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ അപ്പൻ്റെ ഡേറ്റ് വന്നപ്പം 2 ആമക്കളും 4 പെണ്ണുങ്ങളും ഉണ്ട്, 6 പേര് വന്നു. 6 പേരും ഞാനോട് കൂടി 7 പേരുണ്ടായിട്ട് എല്ലാം കൂടി കൂടിയിട്ട് ഒരു കുർബാന പോയി ഇങ്ങനെ നിന്ന് കണ്ടു, ഒരു ഒപ്പീസും ചൊല്ലി, അടുത്ത വണ്ടി എല്ലാണ്ട് വന്നു, നല്ല ഭക്ഷണം കഴിച്ചു, ആർഭാടും പിരിഞ്ഞു. അവിടെ ആ അപ്പൻ്റെ വേദന ഇരട്ടിക്കുകയെന്ന്. ആ അപ്പൻ കോപിക്കും. പിന്നെ ആ ആത്മാവ് പിന്നെ നമ്മുടെ ഏതെങ്കിലും വീട്ടിൽ നിന്ന് ഈ ബന്ധുക്കളെ ഈ മക്കളെ ഏതെങ്കിലും വീട്ടിൽ ഒന്ന് കയറിയിട്ട് അവനോട് കോപത്തിൻ്റെ ആത്മാവായിട്ട് മാറും. കാരണം വെച്ചാൽ അവിടെ സ്നേഹമില്ല, സഹനമില്ല, പ്രതിഫലം ചെയ്തില്ല, പരിഹാരം ചെയ്തില്ല, വിശുദ്ധിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഉപവാസം എടുത്തില്ല, വിശുദ്ധിക്ക് വേണ്ടി ഒരു ദിവസം നമ്മൾ ഉപവാസം നിന്നില്ല. പിന്നെ എന്നാ പ്രാർത്ഥനയാണ് ചെയ്യുന്നത്? കുർബാന ചൊല്ലി, അപ്പൻ്റെ ഓർമ്മ അല്ല അമ്മയുടെ ഓർമ്മ അല്ല ഭാര്യയുടെ ഓർമ്മയ്ക്ക് വേണ്ടി കുർബാനയും ചൊല്ലി, ഓപ്പീസും ചൊല്ലി, അതിനുശേഷം അവർ പൊറോട്ട അടിച്ച് പോയി. ഹല്ലേലൂയ. നമ്മുടെ ബോധം പ്രിയപ്പെട്ടവരെ, അതാ ഞാൻ പറഞ്ഞു തന്നത്. ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന വേൾക്കുണ്ട് അച്ഛനായാലും മെത്രായാലും കപ്പ്യാരായാലും മാർപ്പാപ്പയായാലും എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? അവർക്ക് വേണ്ടി പറഞ്ഞ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ഈ പ്രാർത്ഥന കർത്താവായ യേശു സ്വീകരിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യമെന്നറിയോ? മദ്യം കഴിക്കരുത്, പുക വലിക്കരുത്, പാൻപര ഉപയോഗിക്കരുത്, മൂക്കിപ്പൊടി വലിക്കരുത്, സിഗരറ്റ് വലിക്കരുത്, വീടി വലിക്കരുത്, കള്ളു കുടിക്കരുത്, പെണ്ണ് പിടിക്കരുത്, സിനിമ കാണരുത്, സീരിയലിൻ്റെ പുറകെ പോകരുത്, ബ്ലൂ ഫിലിം കാണരുത്, രാഷ്ട്രീയ പാർട്ടികളുടെ പുറകെ പോകരുത്, രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസിൽ കയറരുത്, രാഷ്ട്രീയത്തിൽ സംസാരിക്കരുത്, അതിൻ്റെ ചിഹ്നങ്ങളെ മനസ്സിൽ കാണരുത്, സിനിമാ നടന്മാരുടെ പേര് പറയരുത്, സിനിമാ തിയേറ്ററുകളിൽ കയറരുത്, ബെർമൂഡ ഇട്ടുകൊണ്ട് നടക്കരുത്, തോന്നുന്ന രീതി മുടി വെട്ടിക്കൊണ്ട് നടക്കരുത്, പാൻറ്റീൻ ചെയ്ത് പള്ളിയിൽ പോകരുത്, കുമ്പസാരിക്കാതെ വിശ്വമാനം സ്വീകരിക്കരുത്. 100 കണ്ടീഷൻസ് ഉണ്ട്. ഒരു വ്യക്തിയുടെ വിശുദ്ധിയുടെ പൂർണ്ണതയിൽ നിന്നുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ? ഈ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഞാൻ കള്ളു കുടിക്കും, പെണ്ണും പിടിക്കും, ബ്ലൂ ഫിലിമും കാണാം, ബ്ലാക്ക് ബാസ് കാണും, സിനിമയും കാണും, സീരിയലും കണ്ട സൗകര്യം പോലെ ജീവിക്കും. എന്നുവെച്ചാൽ ഞാൻ എൻ്റെ അപ്പൻ്റെ കുർബാനയാണ് നാളെ, അപ്പന് വേണ്ടി കുർബാനയുണ്ട്, ഒപ്പീസുമുണ്ട്. ഒരു രക്ഷയില്ല പ്രിയപ്പെട്ടവരെ. ആ ആത്മാവ് കോപിച്ച് ഇതേ വീട്ടിൽ തന്നെ വന്ന് കയറും. ഹല്ലേലൂയ. പിള്ളകളില്ല, ഇത് തമാശല്ല. ഇത് തമാശയായിട്ടും നിസ്സാരമായിട്ടും പറഞ്ഞിരിക്കുന്ന കമൻറ്റുകൾ ഇതിനകത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എൻ്റെ കമൻറ്റ് ഇതിനകത്ത് തന്നെ വളരെ ശൂന്യമായ രീതിയിൽ സംസാരിച്ച കമൻറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ ആ കമൻറ്റ് നോക്കി വായിച്ചാൽ മതി. അവർക്കൊക്കെ ബോധം കിട്ടാൻ വേണ്ടി, അവർക്ക് ഇന്ന നാളെ മരിച്ചു കഴിയുമ്പോണ്ടല്ലോ ഈ മോശമായ കമൻറ്റ്, മ്ലേച്ഛമായ കമൻറ്റ് ഇട്ടുണ്ട്. അവരൊക്കെ മരിച്ചു കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ അവർ എൻ്റെ അടുത്ത് വരും. എനിക്കും അവർ മരിച്ചിട്ടുണ്ടെങ്കിൽ അവർ എൻ്റെ അടുത്ത് വരും. എൻ്റെ പത്രേ നിങ്ങളുടെ മൊബൈലിൽ കയറി ഞാൻ ഒരു മ്ലേച്ഛമായ കമൻറ്റ് ഇട്ടുപോയി, ഇപ്പോൾ ഇതാ പാതാളം. ഇതിനകത്ത് വേറൊരു സഹോദരി പറഞ്ഞ ഒരു സത്യമാണ് ഞാൻ പറഞ്ഞുതരാം. അത് ആ സഹോദരി പറഞ്ഞ പരമസത്യമാണ്. ആ സത്യം പറഞ്ഞതാണ്, ആ സഹോദരിക്ക് സ്വപ്നത്തിൽ കാണുന്ന ദർശനം ഇങ്ങനെയാണ്. അതായത് നമ്മൾ സിമിത്തേരിയിൽ നമ്മൾ അടക്കിയ ഒരു വ്യക്തിയെ കാണും. അപ്പോൾ അടക്കിയ വ്യക്തി ഒരു വല്ലാത്ത ഇരുണ്ട ഭാഗത്ത് കയറി. അപ്പോൾ ഇതിനകത്തുനിന്ന് എങ്ങനെ പുറത്തു വരും, എങ്ങനെ പുറത്തോട്ട് പോകാം, ഈ ശ്വാസം മുട്ടലിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, ഈ ഇരുണ്ട കോഴിക്കകത്ത് എങ്ങനെ മാറാം, എങ്ങനെ പുറത്തിയാടാം, എങ്ങനെ പുറത്തിറങ്ങാം, അതിന് ആരെന്നെ സഹായിക്കും, ആരെൻ്റെ കൈക്ക് പിടിച്ചു കൊണ്ടുപോകും, ആരെന്നെ പുറത്തോട്ടൊന്ന് എത്തിക്കും. ഇത് മാത്രമാണ് ഈ മരിച്ച ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നവരുടെ വേദന. അതിനുവേണ്ടി അന്നേരം ആരുമില്ല. അന്ന് മരിച്ചവരെ കൊണ്ട് അടക്കി കഴിഞ്ഞാൽ അവർ പട്ടുവെട്ടി മടക്കി പോയില്ലേ, പിന്നെ അങ്ങോട്ട് തിരിച്ചു നോക്കുന്നില്ല. പിന്നെ ഒരു 5, 7, 10 മണി എന്തെങ്കിലും ചടങ്ങും വെച്ചു, ആണ്ടിൽ കുർബാന ചൊല്ലി പോയി. അതുകൊണ്ടൊന്നും ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന വ്യക്തിക്ക് ഒരു സന്തോഷം ലഭിക്കില്ല. ആ ആത്മാവ് അവിടെ കിടന്ന് കോപിക്കും. കോപത്തിൻ്റെ ആത്മാവായിട്ട് തിരിച്ചാ വ്യക്തി നമ്മുടെ ഭവനത്തിലേക്ക് ഒന്ന് വരും. അതിൻ്റെ ഒരു ഉദാഹരണം കൂടെ സംഭവിച്ച് പറഞ്ഞുതരാം പ്രിയപ്പെട്ടവരെ. ഇതൊരു സംഭവം നടന്നു പിടി തന്നെ ഞാൻ പറയുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചില ഉദാഹരണങ്ങൾ വന്നിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത്, കേരളത്തിൽ ഒരു കണ്ണൂർ ജില്ലയിൽ തന്നെയുള്ള ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി ഞാൻ ആ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ ആ സുഹൃത്തിൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോകുന്നതാണ്. അപ്പോൾ ആ സുഹൃത്തിൻ്റെ വീടിൻ്റെ തൊട്ട് മുൻവശത്ത് ഒരു ഗേറ്റ് ഇട്ട വീടുണ്ട്. ഒരു 2 നില വാർക്ക് വീടാണ്. അവർക്ക് നല്ല സാമ്പത്തിക ശേഷിയുള്ളവരാണ്.
അവർക്ക് കാറുണ്ട്, മക്കളൊക്കെ വിദേശത്താണ്, ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ചാച്ചനുണ്ടായിരുന്നു. ആ ചാച്ചനെ ഇടയ്ക്ക് ഞാൻ ഈ സുഹൃത്തിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ ഇടയ്ക്കെല്ലാം കാണി സംസാരിക്കുകയോ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന് എന്നെ അറിയാം, എനിക്ക് അദ്ദേഹത്തെ അറിയാം, ജസ്റ്റ് ഒന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ തൊട്ടുമുമ്പിലായതുകൊണ്ട് അവർ തമ്മിൽ നല്ലൊരു ബന്ധമാണ്. അങ്ങനെ ഇരിക്കെ ഈ കാർന്നൂർ മരിച്ചു. അങ്ങനെ മരിച്ചിട്ട് അതിൻ്റെ 2 വർഷം 3 വർഷം മറ്റും കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞിരിക്കെ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇദ്ദേഹം നല്ല ചീട്ടുകളിക്കാരനായിരുന്നു. സന്ധ്യാപ്രാർത്ഥന വീട്ടിലില്ല. ഞായറാഴ്ച അത്യാവശ്യം പള്ളിയിൽ പോകും, അത്ര മാത്രമേ ഉള്ളൂ. കുമ്പസാരത്തോടൊന്നും താല്പര്യമൊന്നുമില്ല. പിന്നെ അങ്ങനെ ഒരു ചടങ്ങ് പോലെ എല്ലാം നടത്തി പോകുന്നുള്ളൂ. ധനാസക്തിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അദ്ദേഹത്തിൻ്റെ എൻ്റെ വീടിൻ്റെ പുറവശത്ത് 4 ഏക്കർ റബ്ബർ തോട്ടം, പിന്നെ 8 ഏക്കർ തെങ്ങ്, അങ്ങനെ ഒരു 10-18 ഏക്കർ സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ നടത്തിപ്പോവാണ് ഇദ്ദേഹത്തിൻ്റെ മെയിൻ ചിന്തയിലുള്ളത്. അപ്പോൾ 2000 തേങ്ങ ഇട്ടു, ഇനിയിപ്പോൾ അത് പൊതിക്കാൻ ആളെ കിട്ടിയിട്ടില്ല, അതിൻ്റെ വില കുറഞ്ഞു പോയി, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, റബ്ബർ ഷീറ്റ് വെച്ച് മുഴുവൻ കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ഈ സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ് ഇദ്ദേഹത്തിൻ്റെ തലയിൽ എപ്പോഴും. അതിന് പള്ളി കഴിഞ്ഞ് വന്നാൽ അതിന് ഓടി തന്നെ തോട്ടത്തിൽ കൂടെ എല്ലാം അങ്ങനെ ഇറങ്ങിപ്പോകുന്നൊരു സ്വഭാവം അദ്ദേഹം ഈ കൂട്ടുകാരനൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്നത് മരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവം ചോദിച്ചാൽ, ഇയാൾ, അതായത് എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയും കൂടി അവരുടെ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. നേരെ തൊട്ട് മുമ്പിലാണ് ഇവരുടെ വീട്. നടുക്കൂട്ട് റോഡുണ്ട്, വലിയ റോഡുണ്ട്. അപ്പോൾ രാത്രി 10:30 മണി സമയം നല്ല നിലാവുള്ള സമയമാണ്, നല്ല നിലാവ്. അപ്പോൾ ഈ റോഡുള്ള ഇവരുടെ വീടിൻ്റെ തൊട്ടും റോട്ടിൽ നിലാവില്ല, അല്ല നിഴലില്ല, നല്ല നിലാവാണ്. അപ്പോൾ ഒരാൾ, ഇവർക്ക് കാണാൻ റോഡിൽ കൂടെ നടന്നു വരുന്ന കാരണം, ഒരാൾ ഒരു ഇടത്തേക്കല്ലോ സഞ്ചിയും തൂക്കി പിടിച്ച് ഒരു വെള്ള മുണ്ട് മടിഞ്ഞു കുത്തി വെള്ള ഷർട്ട് വിട്ട് ഒരാൾ നടന്നു വരുന്നു. അപ്പോൾ ഈ സുഹൃത്ത് പറഞ്ഞു, എടാ ഇത് നമ്മുടെ മത്തായി ചേട്ടനാണല്ലോ. മത്തായി ചേട്ടൻ മരിച്ചു പോയല്ലോ. മത്തായി ചേട്ടൻ മരിച്ചു പോയിട്ട് 3 വർഷം കഴിഞ്ഞില്ലേ? അതേ 3. അപ്പോൾ ഭാര്യയുണ്ട്. അപ്പോൾ നോക്കാം നമുക്ക് അപ്പോൾ ഇവർ രണ്ടുപേരും എഴുന്നേറ്റു. ഈ കസേരയിൽ നിന്ന് എഴുന്നേറ്റ്, ചേട്ടാ ഈ മനുഷ്യൻ എന്താ മരിച്ചു പോയിട്ട് 3 ദിവസമായ മനുഷ്യൻ അതേപോലെ തന്നെ ഇരിക്കുന്നു. അത് കാരണം ഇദ്ദേഹം ഈ ഇടത്തെ കയ്യിൽ സഞ്ചി തൂക്കി പിടിച്ച് പോകുന്നത് ഇവർ നിസ്സരം കാണുന്നു. അപ്പോൾ എന്താ സംഭവിച്ചു, ഇയാൾ നടന്ന് വന്നിട്ട് ഇയാളുടെ വീടിൻ്റെ ഗേറ്റിലെ ആ ഗേറ്റ് അങ്ങ് ഉന്തി തുറന്നിട്ട് ഇയാൾ ഉള്ളിലേക്ക് കയറി പോയി. അയാളുടെ വീട്ടിലെ ഉള്ളിലേക്ക് കയറിപ്പോയി. ഗേറ്റ് തിരിച്ചടക്കുകയും ചെയ്തു. പിന്നെ യാതൊരു അനക്കവും ഇല്ല, യാതൊരു ശബ്ദവും ഇല്ല. അപ്പോൾ ഈ കണ്ടിരുന്ന എൻ്റെ സുഹൃത്തിനെ കണ്ടപ്പോൾ ഭയങ്കര പേടിയായി. അപ്പോഴെടാ മത്തായി ചേട്ടൻ മരിച്ചിട്ട് 3 വർഷമായി. ആ മത്തായി ചേട്ടൻ്റെ മുണ്ട്, ആ കയ്യിലിരിക്കുന്ന പ്ലാസ്റ്റിക് കൂട്, ഇതെല്ലാം വളരെ കറക്റ്റാണ്. അദ്ദേഹത്തെ പോലെ തന്നെ ഇവരെ എഴുന്നേറ്റ് മുറ്റത്തോട്ട് ഇറങ്ങിയിട്ട് നോക്കി കാണുക, ഒറിജിനൽ വ്യക്തി നടന്നു കയറി ഈ വീട്ടിനുള്ളിലേക്ക് പോയി. അപ്പോൾ എന്നോട് ഈ സുഹൃത്ത് ഈ സംഭവം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാണ്, അദ്ദേഹം മരിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ആത്മാവ് ആ വീട്ടിൽ നിന്ന് പോയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വീടും കാര്യങ്ങളും അടക്കം 2 നില വാർക്ക് വീട്, നല്ല കാറ്, നല്ല ആഢ്യത്തിൽ ജീവിക്കുകയാണ്. ഈ ലോകത്തുനിന്ന് മരിച്ചു പോകാൻ ഒരു വിധത്തിൽ ഇഷ്ടമുള്ള മനുഷ്യനല്ല ഇത്. അദ്ദേഹം നല്ല ഭക്ഷണപ്രിയനായിരുന്നു, നല്ല ആഹാരം കഴിക്കുക, അങ്ങനെ നല്ല ചാരിക്കിടന്ന് സുഖമായിട്ട് ജീവിതത്തിനിടയ്ക്കാണ് അദ്ദേഹത്തിന് കിഡ്നിക്ക് ഫെയിലുമായിട്ട് വന്നിട്ട് അദ്ദേഹം മരിക്കുന്നു. അപ്പോൾ അദ്ദേഹം മരിച്ചു പോകാൻ യാതൊരുവിധ ഇഷ്ടമില്ലാത്ത മനുഷ്യനാണ്. അപ്പോൾ ഭൂമിയിലേക്കാണ് അയാളുടെ നോട്ടം, ഈ വീട്ടിലേക്കാണ് നോട്ടം. അപ്പോൾ ഇയാൾ തിരിച്ചു വന്ന് കയറി. അപ്പം ഈ സുഹൃത്ത് പറഞ്ഞു, എടി അത് അയാളുടെ പ്രേതം വന്നു. അപ്പോൾ ഈ സുഹൃത്തിൻ്റെ ഭാര്യ പറഞ്ഞു, അല്ല അത് അയാൾ തന്നെയാണ്, അയാൾ മരിച്ചെങ്കിലും അയാളെപ്പോലെ തന്നെ ഇരിക്കുന്ന അയാളുടെ ആത്മാവ് വന്ന് കയറി തന്നു. എന്തായാലും ഇവർക്ക് പിന്നീടൊക്കെ സംഭവം കേട്ടപ്പോൾ പേടിയായി. പിറ്റേ ദിവസമൊന്നും വന്നിട്ടില്ല. അപ്പം ഞാൻ ഈ സംഭവം കേട്ടപ്പോൾ ഞാൻ ഈ സഹോദരനോട് പറഞ്ഞു, സഹോദര, അദ്ദേഹത്തിൻ്റെ ആത്മാവാണ്, അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നല്ല പ്രാർത്ഥന കിട്ടിയിട്ടില്ല, വിശ്വാസം വിശുദ്ധി ജ്ഞാനവും വിവേകവും ഒന്നുമില്ലാതെ ഈ ലോകത്തൊന്നും തോന്നുപോലെ ചോദിച്ചു. ഇയാൾ എങ്ങനെയായിരുന്നു ചോദിച്ചപ്പോൾ ഇതൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ സത്യം പറയപ്പെട്ട എന്താണെന്ന് ചോദിച്ചാൽ, എന്നിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇനി നോക്കിക്കോ, ആ വീട്ടിൽ അനർത്ഥങ്ങൾ വരുന്നു നോക്കിക്കോ. അവിടുന്ന് വണ്ടി എടുത്ത് പോകുമ്പോൾ വണ്ടി ആക്സിഡൻ്റ് ഉണ്ടാവും. അവർക്ക് ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട രീതിയിൽ മക്കൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ആക്സിഡൻ്റ് ഉണ്ടാവും, കുടുംബകലങ്ങളുണ്ടാവും, രോഗങ്ങളുണ്ടാവും, തകർച്ചകളുണ്ടാവും, പിന്നെ വലിയ പ്രശ്നങ്ങൾ, നിത്യരോഗം. പിന്നെ അവിടെ കല്യാണം നടത്തി കഴിഞ്ഞാൽ ഡൈവോഴ്സുകളുണ്ടാവും. ഗർഭസ്ഥ കുഞ്ഞുങ്ങൾ ചിലപ്പം അബോർഷനായി പോവും, കുഞ്ഞുങ്ങളുടെ ജനനം വല്ലാതെ താമസിക്കും, രോഗം പിടിച്ച് കുഞ്ഞുങ്ങളുണ്ടാവും. ഇതെല്ലാം ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ആത്മാക്കൾ ആ വീട്ടിലേക്ക് വന്ന് കയറിക്കൊണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അങ്ങനെ ധാരാളം കുടുംബങ്ങൾ, ഒരുപാട് കുടുംബങ്ങളുടെ കേസുകൾ എനിക്കറിയാം. എന്നെ വിളിക്കുന്ന പല വീടുകളിൽ ഞാൻ ചോദിക്കുമ്പോൾ അവരുടെ പൂർവ്വതാക്കന്മാരുടെ പല ദുർമരണങ്ങളെക്കുറിച്ചും പറയാറുണ്ട്. അപ്പോൾ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ സഭയുടെ ഭാഷയാണ് ശുദ്ധീകരണ സ്ഥലം. ഈ ശുദ്ധീകരണ സ്ഥലത്തിന് പറയുന്ന പേരാണ് നരകം. നരകം എന്ന വാക്കാണ് ശരിക്കും കുറച്ചുകൂടെ അനുയോജ്യമായത്. ശുദ്ധീകരണ സ്ഥലം എന്ന സ്ഥലം ആയിട്ടല്ല, അതൊരു ശുദ്ധീകരണ അവസ്ഥയാണ്. ആ ആത്മാവിനെ അസ്വസ്ഥതയും വേദനയും ആകുലതയും, ഈ പ്രത്യേകിച്ച് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മരിച്ചു കഴിയുമ്പോൾ
ഈ ആത്മാവിന് ശരി തെറ്റുകളെ ആ സെക്കൻഡിൽ തന്നെ മനസ്സിലാവും. ഭയങ്കരമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാവും. അയ്യോ, ഇനി ഭയങ്കര നിരാശ തോന്നും അദ്ദേഹത്തിന്. അയ്യോ, ഞാൻ നന്നായിട്ട് സംസാരിക്കാൻ എനിക്ക് പറ്റിയില്ല, കൈ കൂപ്പി പിടിച്ച് വിശുദ്ധബലിയിൽ സംബന്ധിക്കാൻ പറ്റിയില്ല, എനിക്ക് ഈ കാര്യത്തിനോട് താല്പര്യമില്ലായിരുന്നു, എനിക്ക് കുറേ മറ്റ് ചീട്ടുകളിലോടായിരുന്നു ആഗ്രഹവും താല്പര്യവും, അയ്യോ അത് തെറ്റായിപ്പോയി, ഈശോയ്ക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ല, ഈശോയ്ക്ക് വേണ്ടി ഒന്നും പ്രവർത്തിച്ചില്ല, എനിക്ക് അപ്പോഴത്തേക്കും പുള്ളിയുടെ അസ്വസ്ഥ കൂടും. കാരണം ശരീരം പോയി, ആത്മാവും മനസ്സും കൂടെ ഒന്നായി. ഈ ആത്മാവും മനസ്സും കൂടെ ഒന്നാകുമ്പോൾ അവിടെ സംഭവം നടക്കും. ആത്മാവ് എപ്പോഴും ദൈവത്തിൻ്റെ പ്രമാണമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. മനസ്സ് എപ്പോഴും ശരീരത്തിൻ്റെ പ്രവണതയായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അപ്പോൾ ആത്മാവ് പറയും, ഞാൻ നിന്നോട് അങ്ങനെ മദ്യം കഴിക്കരുത്, പുകവലിക്കരുത് നിന്നോട് പറഞ്ഞാൽ, ദൈവത്തിന് ഇഷ്ടപ്പെടുകയെന്ന് ഞാൻ പറഞ്ഞാൽ നീ കേട്ടോ എന്ന് ചോദിക്കും. ആത്മാവ് മനസ്സോട് ചോദിക്കും. അപ്പം മനസ്സ് പറയും, അതിപ്പോൾ എനിക്ക് അന്നിച്ച പൈസയും കാര്യം ഉണ്ടായിരുന്നു, എൻ്റെ സൗകര്യം പോലെ ഞാൻ ജീവിച്ചു, അതിന് പ്രത്യേകിച്ചൊന്നും പറയണ്ട, എല്ലാവരും കുറേ മദ്യം കഴിക്കുന്നില്ല, രണ്ട് പുകവലിച്ചതിന് ചെന്ന കൊടുത്ത് കുഴപ്പം എന്നും പറഞ്ഞ് മനസ്സ് അങ്ങോട്ട് തർക്കിക്കും. അങ്ങനെ മനസ്സും ആത്മാവും തമ്മിൽ, ഒരു വ്യക്തിയുടെ മനസ്സും ആത്മാവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സംഘർഷാവസ്ഥ, അവർ തമ്മിൽ നടക്കുന്ന അടിപിടി, ആ ആത്മാവും മനസ്സും തമ്മിൽ പൊരിഞ്ഞ യുദ്ധം നടക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞ് അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. വിലപിക്കുക എന്ന് പറഞ്ഞാൽ ആരാ വിലപിക്കുന്നത്? വിലപിക്കുന്നത് ആത്മാവാണ്. ആത്മാവ് ദൈവത്തെ നോക്കി വിലപിക്കുന്നത്, എൻ്റെ ദൈവമേ എനിക്ക് പറ്റിയില്ല, വിശുദ്ധ വായിക്കാൻ പറ്റിയില്ല, എന്നോട് ക്ഷമിക്കണേ, എന്നോട് കരുണയരുത്. മനസ്സെന്നാ പറയുന്നത്? മനസ്സറിയാം, ആ കൂട്ടുകാരൻ ഒറ്റ ഒരുത്തനാണ് എന്നെ ചോദിച്ചത്. അവനെല്ലാ ദിവസവും മദ്യം കഴിക്കാൻ വേണ്ടി വിളിക്കുമായിരുന്നു, എല്ലാ ദിവസവും ചീട്ട് കളിക്കാൻ വേണ്ടി എന്നെ വിളിക്കുമായിരുന്നു. ഞാനത് പറയുന്നത് കേൾക്കുമ്പോൾ അതിൻ്റെ പുറകെ പോയി, എനിക്ക് പറ്റിയില്ല, എന്നെ രക്ഷിയില്ല, എനിക്ക് രക്ഷിക്കാൻ. ആ ആത്മാവ് വിലാപവും പല്ലുപിടിയുമായിരിക്കും. ആ വിലാപവും പല്ലുപിടിയും മാറ്റാൻ ഈ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പിന്നെ ആരുണ്ട്? ഭാര്യയുണ്ട്, മക്കളുണ്ട്. ചെയ്യുമോ? അവർക്ക് വേറെ തൊഴിലുണ്ട്. അവർ TV കാണുക, ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുക. അവർ വീട്ടിൽ അപ്പൻ്റെ ഈ വേദന അല്ല, മരിച്ച ആളുടെ ആത്മാവിൻ്റെ വേദന കാണാൻ വീട്ടിലിരിക്കുന്നത് സാധ്യമല്ല. എന്നറിയോ? അവയെ പിന്നെ സുഖത്തിൽ ജീവിക്കുകയാണ് മക്കൾ, അല്ല ഭാര്യ, അല്ലെങ്കിൽ മരിച്ച ആളുടെ ബാക്കിയുള്ള ആൾ. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയാൽ ആ വ്യക്തിക്ക് വേണ്ടി ഉപവാസം, ഇറച്ചി മീൻ മുട്ട പാലുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു ദിവസം സെലക്ട് ചെയ്യാം. ആ വ്യക്തിക്ക് വേണ്ടി വിശുദ്ധിയുള്ള വസ്ത്രം ധരിച്ച് പള്ളിയിൽ പോവാം. ചുരിദാറിട്ടുണ്ട് പോകുന്നയാളാണെങ്കിൽ ചുരിദാറിട്ടുണ്ട് പോകരുത്. ആ ചുരിദാറൊക്കെ ഊരി ദൂരോട്ട് എറിഞ്ഞിട്ട് ആ വ്യക്തിക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നറിയോ? സാരി ഉടുത്ത് ശരീരം മുഴുവൻ വാരി പൊതച്ച് ആ വ്യക്തിക്ക് വേണ്ടി ഈ വ്യക്തി ആ വ്യക്തിയായിട്ട് മാറണം. ആ ശുദ്ധീകരണ സ്ഥലത്ത് പോയ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഈ ജീവിച്ചിരിക്കുന്നയാൾ കർത്താവിൻ്റെ മുമ്പിൽ നീതി കാണിക്കണം, നീതി പ്രവർത്തിച്ച് കാണിക്കണം. നീതിയോട് വിശുദ്ധിയും പരിശുദ്ധിയും നീതിയും ആ വ്യക്തിക്ക് വേണ്ടി സഹിച്ച് ഏറ്റെടുക്കണം. ഇത് ചെറിയ പരിപാടിയല്ല പ്രിയപ്പെട്ടവരെ. മറ്റു ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പറഞ്ഞാൽ വളരെ കഠിനമാണ്. അത് ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്തത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും ശക്തമായ പ്രാർത്ഥനയുടെയും ഒരു വേദിയാണിത്. അങ്ങനെ ചെയ്താൽ ആ ആത്മാവിൻ്റെ അടുത്തേക്ക് ദൈവത്തിൻ്റെ ദൂതന്മാർ ചെന്ന് അവരെ ആശ്വസിപ്പിക്കുകയും നമുക്ക് അതിൻ്റെ ഒരു ഇത് നമുക്ക് മനസ്സിലാക്കാം. അത് ഈശോ പറഞ്ഞ എന്താണ്? ധനവാനിൽ ലാസർ മരിച്ചു. ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സംബോധിച്ചു. ശരിയല്ലേ? ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിൻ്റെ മടിയിൽ സംബന്ധിച്ചു. അതേ സ്ഥാനത്ത് ധനവാനോ? ലാസർ മരിച്ചപ്പോൾ ദൈവദൂതന്മാരെടുത്തു, ധനവാനെ കൊണ്ടുപോയി. അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ, അപ്പോൾ പീഡകളുടെ ആത്മാവുമുണ്ട്, സ്നേഹത്തിൻ്റെ ആത്മാവുമുണ്ട്. അപ്പോൾ നരകത്തിൽ പീഡിപ്പിക്കുമ്പോൾ ഏതാത്മാവ് കൂടെയുള്ളത്? പിന്നെ എങ്ങനെ ഇപ്പം ഞാൻ പറയട്ടെ, തെറി പറയുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് തെറി പറയുന്ന സ്വഭാവമുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ ശുദ്ധീകരണ സ്ഥലത്തൊന്നുമല്ല, നരകത്തിൽ തന്നെ കിടക്കുന്നത്. അപ്പോൾ തെറിയുടെ ആത്മാവ് തെറിയുടെ ദുരാത്മാവ് വന്നിട്ട് അവനോട് തെറി പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ പറയുന്ന തെറിവാക്കുകളുണ്ടല്ലോ, എത്രയോ തെറിവാക്കുകളാണ് നമ്മൾ പറയുന്നത്. ഈ ലോകത്ത് എന്തിനാ ചീത്ത പദങ്ങൾ ഉപയോഗിക്കുന്നു, അതെല്ലാം ഉപയോഗിക്കുന്നു. അപ്പം ആ തെറിയുടെ ദുരാത്മാവെന്ന് അവനോട് തെറി പറഞ്ഞുകൊണ്ടിരിക്കുക. അവൻ്റെ ആത്മാവ് കേട്ട് ആകെ വിഷമിച്ച് അപ്പം അവൻ മനസ്സിൽ പറയാം, ദൈവമേ എനിക്ക് പറയാൻ, ഞാൻ ഭൂമി ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞ തെറിവാക്കുകളല്ല ഇതാ സാത്താൻ്റെ അടുത്ത് എന്ന് പറയുന്നു. അപ്പോൾ അവന് വേണ്ടി ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ നിൽക്കുമ്പോൾ നമ്മൾ തെറി കേൾക്കും. ഇപ്പം എൻ്റെ കമൻറ്റിൽ കൂടെ പറയുന്നില്ലേ, നിനക്ക് വട്ടാണോടാ, നിനക്ക് ഭ്രാന്താണോ, നിനക്ക് തോന്നിയതാണ്, നിനക്ക് വേഷം കെട്ടാണ്, അപ്പോൾ നമ്മൾ തെറി കേൾക്കുന്നുണ്ടോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്? ആത്മാ നമ്മൾ വന്നിട്ട് മോശം പറഞ്ഞാൽ നമ്മളെ കളിയാക്കോട്ടെ, പ്രശ്നമുണ്ടായിട്ടല്ല. പക്ഷേ സംഭവിക്കും, നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ ഈ ലോകത്തുനിന്ന് കടന്നുപോയി ഭൂമിക്കടിയിൽ പാതാളത്തിലേക്ക് പോയിട്ടില്ല. നരകം എന്ന് പറയുന്നത് അവനെ കുഴിച്ചിട്ട സ്ഥലമാണ്.
പിന്നെ അതേപോലെ തന്നെ അവൻ്റെ വീട്ടിൽ വേറെ നരകമുണ്ട്. നമ്മൾ കേൾക്കുമല്ലേ, അയ്യോ ആ ഒരു വീട് നരകം പിടിച്ച വീടാകട്ടോ എന്ന് പറയും. അതിൻ്റെ അർത്ഥം എന്താ? ഈ പൂർവ്വപിതാക്കന്മാർ തിരിച്ച് ആ വീട്ടിലേക്ക് വന്നിട്ട് ആ കുടുംബം അടിച്ച് കലക്കുവാണ്, പിന്നെ അവിടെ ബഹളമാണ്, തെറിയാണ്, തമ്മിൽ കുടുംബത്തിൽ തമ്മിൽ സ്നേഹമില്ല, ഐക്യമില്ല. ഈ ആത്മാ ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആ ആത്മാവ് ചെന്നാൽ വീട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ ആ വീട്ടിൽ ഈ ആത്മാവ് പ്രവർത്തിക്കുന്ന ആർക്കും മനസ്സിലാകല. ഇതൊക്കെ വളരെ നിഗൂഢമാണ്. അപ്പോൾ ആത്മാവ് പയ്യെ അവിടെ ഇങ്ങനെ രഹസ്യമായിട്ട് ജീവിക്കും. ഈ ആത്മാവ് ഈ ചെയ്തു പോയ മനുഷ്യൻ ചെയ്ത പ്രവൃത്തി മകനോ മകളോ കുടുംബത്തിൽ ആരെങ്കിലുമോ ചെയ്യുന്നത് കണ്ടാൽ ആ സെക്കൻഡിൽ ഈ ആത്മാവ് ആ വ്യക്തിയിലേക്ക് ചാടിക്കയറും. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതൊക്കെ പറയും വിട്ടിത്തോന്ന് പറഞ്ഞിട്ടിരുന്നു. ഇതൊക്കെ ഇന്നലെ നാളെ അനുഭവം വരാൻ പോയത്. ഈ മുഴുവൻ രഹസ്യങ്ങളും ഈ മുഴുവൻ സംഭവങ്ങളും ഞാൻ ഈ പറഞ്ഞ മുഴുവൻ സംഭവങ്ങളും 2027 മുതൽ മനുഷ്യൻ തിരിച്ചറിയുന്ന സമയം വരാൻ പോവാണ്. 2027 മുതൽ ആഗോളം 3-ാം ലോക മഹായുദ്ധം തുടങ്ങുമ്പോൾ ഈ ലോകത്ത് എന്ത് സംഭവിക്കുന്നറിയോ? ഭക്ഷ്യസമൃദ്ധിയും ഇപ്പോഴത്തെ ആഡംബരവും ആനന്ദവും ഈ ആഹ്ലാദ തിമിർപ്പും എല്ലാം നഷ്ടപ്പെട്ട് ഒരു വിശുദ്ധ ബലി, ഒരു കുർബാനയില്ല, ഒരു തിരുവചനം കേൾക്കാൻ ഒരു സമയമില്ല, പശ്ചാത്തലമില്ല, കുടുംബ പ്രാർത്ഥനയില്ല, കറണ്ട് ഇല്ലാത്തതുകൊണ്ട് സന്ധ്യാസമയത്ത് പ്രാർത്ഥനയില്ല. അങ്ങനെ പ്രാർത്ഥന നഷ്ടപ്പെട്ട്, വിശുദ്ധി നഷ്ടപ്പെട്ട്, നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ട്, നമ്മുടെ ദൈവസ്നേഹം നഷ്ടപ്പെട്ട്, നമ്മുടെ യേശുവിനുള്ള താല്പര്യം, ഇഷ്ടം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഈ ദുരാത്മാക്കൾ ഓരോ ഭവനത്തെയും ശരിക്കും പീഡിപ്പിക്കാൻ തുടങ്ങും. ശരിക്കും പീഡിപ്പിക്കും. എങ്ങനെ? കുടുംബത്തിലുള്ളവർ തമ്മിൽ അടി ഭയങ്കരമായി. കുടുംബത്തിൽ ആളുകൾ മരിച്ചു വീഴും, ഭക്ഷണമില്ലാതെ മരിച്ചു വീഴും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് എന്താ പറഞ്ഞേക്കുന്നത്? അമ്മായിപ്പനും തമ്മിലും മരുമകളും മക്കളും തമ്മിലും അപ്പനും മക്കളും തമ്മിലും പ്രശ്നമുണ്ടാകുന്ന ഈശോ പറഞ്ഞിട്ടില്ലേ? ഒരു കുടുംബത്തിൽ അത് വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ നിസ്സാരമാണ്, ഇതൊക്കെ വിഡ്ഢിത്വമാണ്, പോഷ്കാണ് പറഞ്ഞതെന്ന് തള്ളിയ സകല മനുഷ്യരും ഇതിൻ്റെ ഈ നിലവിൽ ഇപ്പോൾ നമുക്ക് കുറച്ച് പ്രാർത്ഥന, വചനപോഷണം, ധ്യാനങ്ങൾ, ക്ലാസ്സുകൾ, കുമ്പസാരങ്ങൾ, കുർബാനയൊക്കെ അത്യാവശ്യം ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ് വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോകുന്നത്. പക്ഷേ അനേകം ഭവനങ്ങളിൽ പ്രശ്നങ്ങളാണ്. നമ്മൾ കാണുന്ന കുടുംബവും കാണുന്ന സഭയോ അല്ല ഇവിടെ. അനേകം പൈശാചിക തിന്മകൾ കുടുംബത്തിലും സഭയിലും ഭയങ്കര ശക്തമായിട്ട് മോശമായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് സഭയിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ, കുടുംബത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, വിശുദ്ധി പ്രാപിക്കാൻ നമുക്ക് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ പറ്റുള്ളൂ. വിശുദ്ധി പ്രാപിച്ചേ പറ്റൂ. നിർബന്ധമായിട്ടും വിശുദ്ധി പ്രാപിക്കണം. വിശുദ്ധി പ്രാപിക്കണമെങ്കിൽ ഇന്ന് കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക് ഉപയോഗിക്കുന്ന സകല സംഭവങ്ങൾ നമ്മൾ എടുത്തു മാറണം, ഉപേക്ഷിക്കണം. കഴിഞ്ഞ ദിവസം ഒരാൾ ഞാൻ ഒരു മിനിറ്റ് കേട്ടുള്ളൂ. പെർഫ്യൂമുകൾ, ഈ നമ്മൾ മേത്തടിക്കുന്ന പെർഫ്യൂമിനെ കുറിച്ച് ആരോട് സംസാരിക്കുന്നുണ്ട്. ഒട്ടുമുക്കാൽ പെർഫ്യൂമുകളും ചീത്ത പെർഫ്യൂമുകളാണ്, അത് ഉപയോഗിക്കാൻ പാടില്ല, അതിൻ്റെ പിന്നിൽ ചില കാര്യങ്ങളുണ്ട്, അതിനെ നമ്മളെ അശുദ്ധിയിലേക്ക് നയിക്കും, മോശമായ വികാരങ്ങൾ സൃഷ്ടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് പറഞ്ഞു കേട്ടു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പെർഫ്യൂമുകൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല, ഉപയോഗിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്.